വിശദമായ വാർത്തകളിലേക്കാണ്. തൃശൂരിൽ വാഹനാപകടത്തിൽ 5 മരണം. നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടി ലോറി കയറിയിറങ്ങിയായിരുന്നു അപകടം. കുട്ടികൾ ഉൾപ്പെടെ 5 പേർ തൽക്ഷണം മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. വിശദമായ വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിയതാണോ ഈ അപകടത്തിന് കാരണം? ശ്രീകാർത്തിക, ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുകയായിരുന്നു. 5 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. നാടോടികളാണ് മരിച്ചത്. കുട്ടികളടക്കമുണ്ട് ഇതിൽ. കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗാളി, പിന്നെ ഒരു വിശ്വ എന്ന് പറഞ്ഞ ഒരു വയസ്സുള്ള കുട്ടി അടക്കമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടിക JK തിയേറ്ററിന് അടുത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. കിടന്നുറങ്ങിയ സംഘത്തിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റി വന്ന ലോറിയാണ് ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് 5 പേരും മരിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്നു വന്ന ലോറി ഉണ്ടാക്കിയതായാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് എത്തി മറ്റ് മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പ്രാഥമികമായി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് പറയുന്നു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ശ്രീകാർത്തിക. ഹരീഷ്, ഈ ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടോ? എന്നാണ് ഡ്രൈവറെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? തീർച്ചയായും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈവറെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രാഥമികമായി പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ട് വാഹനം നിയന്ത്രണം വിട്ട് ബാരിക്കേഡ് മറികടന്ന് ഈ വഴിയോരത്ത് കിടന്നുറങ്ങുകയായിരുന്ന നാടോടികളുടെ മുകളിലേക്ക് ലോറി കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലടക്കം നിരവധി നാടോടികൾ വരുന്നുണ്ട്. ഇവർ ഈ റോഡിന്റെ വഴിയരികിലാണ് വിശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി വണ്ടി വഴിയരികിലേക്ക് മാറുകയും ഈ ഉറങ്ങിക്കിടന്നു ആളുകളുടെ മുകളിലേക്ക് വാഹനം കയറുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനമുള്ളത്. എന്തായാലും ഡ്രൈവർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ആളെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരും. ശ്രീകാർത്തിക. ഹരീഷ്, മൊത്തം 10 പേരായിരുന്നു ഈ ടെന്റിൽ ഉണ്ടായിരുന്നതെന്ന് അറിയുന്നു. അതിലിപ്പോൾ 5 പേരാണ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും വിവരം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? നിലവിൽ 7 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ഈ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നിലവിൽ 7 പേരുടെ നില വലിയ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ 5 പേര് തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. അതിൽ ഒരു കുട്ടിയുമുണ്ട്. 1 വയസ്സുള്ള വിശ്വ എന്ന പേരുള്ള ഒരു കുട്ടിയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നീട് കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗാളി എന്നിവരാണ് മരിച്ച മുതിർന്നവരിൽ മറ്റ് 4 പേര് എന്നുള്ളതാണ്. ഇവർ നാടോടികളാണ്. കുറെ ദിവസമായി ഈ തൃശ്ശൂരിലും അതുപോലെ തൃപ്രയാർ, നാട്ടിക പ്രദേശങ്ങളിലെല്ലാം ഇവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഈ ലോറി പാഞ്ഞു കയറി 5 പേർ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ തൽക്ഷണം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇവരുടെ ഈ ഒരു മൃതശരീരങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നുണ്ട്. മറ്റ് പരിക്കേറ്റ 7 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. നാട്ടിക JK തിയേറ്ററിന് അടുത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ട്. ശ്രീകാർത്തിക. ശരി, വ്യക്തമാണ്. ഏതായാലും തൃശൂർ നാട്ടികയിൽ വാഹനാപകടത്തിൽ 5 മരണം സംഭവിച്ചിരിക്കുകയാണ്. ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടി ലോറി കയറിയിറങ്ങിയായിരുന്നു അപകടമുണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെ 5 പേർ തൽക്ഷണം തന്നെ മരിക്കുകയും ഉണ്ടായി. ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.